നമ്മൾ അടുത്തത് എവിടെയാ പോണേ? നമ്മളെ കാട്ടിൽ പോണ കാട്ടിൽ എവിടെയാണ്? കാട്ടിൽ. ഹലോ കൂട്ടുകാരെ, അപ്പോൾ കോന്നിയിലെ കാടും കാട്ടിലെ കാഴ്ചകളും കാട്ടിലെ മൃഗങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ സംസാര വിഷയം. അപ്പം നമ്മൾ കോന്നിയിലെ കാട്ടിലെ സംസാരം നടക്കുമ്പോൾ നമുക്കൊന്ന് കോന്നി വനത്തിനുള്ളിലൂടെ ഒരു യാത്ര പോയാലോ. ഇപ്പോൾ കോന്നിയിലെ കാടാണ് ഇന്നത്തെ നമ്മുടെ യാത്രാ വിഷയം കേട്ടോ. അപ്പോൾ നമ്മൾ വനത്തിനുള്ളിലൂടെ ചെറിയൊരു യാത്ര പോവുകയാണ്. കാടും കാട്ടരുവികളും അതേപോലെ തന്നെ കാട്ടുമൃഗങ്ങളെയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടുള്ളൊരു യാത്ര. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. കോന്നി റിസർവ് ഫോറസ്റ്റിനുള്ളിലൂടെയാണ് അപ്പോൾ ഈ യാത്ര. അപ്പോൾ ആദ്യ ഭാഗത്തൊക്കെ കുറേ ദൂരം റോഡൊക്കെ വളരെ മോശമാണ്, വണ്ടികൾക്കൊന്നും പോകാൻ പറ്റത്തില്ല. അതായത് ബൈക്ക് മാത്രം പോകുന്നുള്ളൂ. ബേസുള്ള കാറുകളൊന്നും, അതായത് ലോ ബേസുള്ള കാറുകളൊന്നും ഇതുവഴി പോകുന്നില്ല. കാരണം വണ്ടിയുടെ ബേസ് ഇടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കാറുകൾക്കും ജീപ്പുകൾക്കും അതേപോലെ തന്നെ ബൈക്കുകൾക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണ്. ബൈക്കുകളിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, മൃഗങ്ങൾ വന്ന് മണ്ണിൽപ്പെടാനുള്ള സാധ്യതകളും കാര്യങ്ങളും ഉണ്ട്. അങ്ങനത്തെ ഒരു റൂട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പോയിരിക്കേണ്ട ഒരു റൂട്ട് കൂടിയാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള കാനന കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്താ പറയുക, നമ്മൾ എലിയിറക്കലിൽ നിന്ന് കയറി കല്ലേലി വഴി അച്ചൻകോവിൽ പോയി അവിടുന്ന് തെങ്കാശി വഴി കയറി തിരിച്ച് നമുക്ക് വീട്ടിൽ വരാം. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന്. അപ്പോൾ ഈ കാടിൻ്റെ കാഴ്ച ഒരു അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. കാര്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇത്തിരി മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ പച്ച പിടിച്ച് കിടക്കുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ തരുന്ന ഒരു റോഡ് കൂടിയാണിത്. കാട്ടിനുള്ളിലേക്ക് കയറുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു പ്രയോറിറ്റി, നിങ്ങളുടെ പ്രയോറിറ്റി എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ ഒരു പ്രയോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ മൃഗങ്ങൾക്കും അതുപോലെ തന്നെ ചെറിയ ജീവജാലങ്ങൾക്ക് വരെയും പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് നമ്മുടെ യാത്ര. ചെറിയ ഒരു എന്താ പറയുക, പുഴുവിനെ പോലും അവിടുത്തെ നോവിക്കരുത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചാണ് ഡ്രൈവ് ചെയ്യുന്നത്. വളരെ നിശബ്ദമായിട്ടുള്ള ഒരു വനത്തുണിലേക്ക് കയറുമ്പോഴത്തേക്ക് ഞങ്ങൾ ആസ്വദിക്കുന്ന ചില കാര്യങ്ങളുണ്ട് കേട്ടോ. അത് ഒരുപക്ഷെ കാണിച്ചു തരാൻ കഴിയത്തില്ല. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു നെക്സ്റ്റ് നമ്മുടെ ആ ഒരു ഇത് വരുന്നത് അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയിൽ അതിൻ്റെ ശബ്ദങ്ങളൊന്ന് ആസ്വദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം മനോഹരമാണെന്ന്. കുഞ്ഞു കുഞ്ഞു കാഴ്ചകളും അതുപോലെ ഒരു കാടിൻ്റെ ഒരു തണുപ്പും അതേപോലെ തന്നെ എന്താ പറയുക, ഈ ചെറിയ മന്ദഗതിയിലുള്ളൊരു യാത്രയും ഒക്കെയാണ് ഞങ്ങളെ കാടിൻ്റെ കാഴ്ചകളിൽ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത് കേട്ടോ. ചുറ്റിനും ഒരു കിളികളുടെ ഒരു കളകളാരവും അങ്ങനത്തെ കുറേ നല്ല നിമിഷങ്ങളിലൂടെയാണ് ഒരു കാനന യാത്ര കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ചെറിയ ചിത്രശലഭങ്ങൾ ഉണ്ടാവും, അതേപോലെ ചെറിയ കിളികളുണ്ടാവും, അതുപോലെ തന്നെ ചിലപ്പോൾ വന്യമൃഗങ്ങളെയും കണ്ടെന്നിരിക്കാം. ഞങ്ങൾ ഇതുവരെ നടത്തിയിട്ടുള്ള ഒരു യാത്രയിലും ഞങ്ങൾക്ക് മുന്നിൽപ്പെട്ടിട്ടുള്ള ഒരു വന്യമൃഗങ്ങളും ഞങ്ങളെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഞങ്ങളുടെ യാത്ര കുറേ ദൂരം പിന്നിട്ടിങ്ങ് വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറേ ചിത്രശലഭങ്ങളുണ്ട് കേട്ടോ. അപ്പം അത് എനിക്ക് തോന്നുന്നു മുട്ടയിടുന്ന ടൈമാണ്, അല്ലെ മീൻസ് കുഞ്ഞുങ്ങളുണ്ടാകുന്ന ടൈമാണ്. ഒരുപാട് കുഞ്ഞു ശലഭങ്ങൾ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പം അതിനെ ഒന്നും വേദനിപ്പിക്കാതെ നമ്മൾ ഒരു സൈഡിൽ നിൽക്കുകയാണ്. ഒരു സൈഡിൽ നിന്നിട്ട് അതിൻ്റെ ഒരു ചിത്രം പകർത്തിയിട്ട് നമ്മൾ പോകാനുള്ള ഉദ്ദേശമാണ്. പക്ഷേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, ഭയങ്കര മനോഹരമാണ്, ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. അത്രയും ചിത്രശലഭങ്ങൾ ഒന്നിച്ച്, ഈവൻ നമ്മുടെ വണ്ടി പോയപ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഈ ചിത്രശലഭങ്ങൾ വരുന്നുണ്ടായിരുന്നു. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ആ ചിത്രശലഭങ്ങളൊക്കെ നമ്മളെ വണ്ടിയിലൊക്കെ വന്ന് ഇടിച്ച് മരിച്ചു പോകുമെന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ
അതൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ചിത്രശലഭങ്ങളുടെ മനോഹര കാഴ്ചകളും കണ്ട് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുകയാണ്. തണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വെയിലത്ത് ഇതിനുള്ളിലൂടെ പോകുമ്പോഴത്തേക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അത്രയും തണുപ്പാണ് ഈ ഒരു കാട്ടിനുള്ളിൽ. അത്രയും ഡെൻസായിട്ടുള്ള ഫോറസ്റ്റാണ്. നമ്മൾ കുറച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇതേ ഇവിടെ ഒരാൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തി കൊടുത്തപ്പോഴത്തേക്ക് ആശാന് കയറി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഒരു കാനന യാത്രയിലെ ഏറ്റവും വലിയ സമ്പത്ത്. അതുപോലെ തന്നെ നമ്മൾ അച്ചൻകോവിൽ എത്താറാകുമ്പോഴത്തേക്ക് അച്ചൻകോവിൽ ആറിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു വിഷ്വൽ എപ്പോൾ വന്നാലും ഇവിടെ നിർത്തി ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ പോകാറുണ്ട്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ആറ് ഒഴുകുന്ന ഒരു വിഷ്വലാണ് നമുക്ക് ഈ കിട്ടുന്നത്. പിന്നെ കുറച്ച് നേരം നിർത്തി റിലാക്സ് ചെയ്തിട്ട്, കാരണം ഇത്രയും ദൂരം നമ്മൾ വണ്ടി നിർത്താതെ ഓട്ടിക്കുകയായിരുന്നു. കാരണം മൃഗങ്ങളുള്ള റീജിയനായിരുന്നു ഇത്രയും ദൂരം നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെയും മൃഗങ്ങൾ വരില്ല എന്നല്ല, ഇവിടെയും മൃഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് ദൂരം നിർത്തി കുറച്ച് നേരം എങ്കിലും വണ്ടി നിർത്തണമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ കുറച്ച് നേരം നിർത്തിയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാനന യാത്രയെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരു കമൻ്റ് ഇടുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ കാനന യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവരേക്കും ബൈ ബൈ, സീ യു.